കാരണം അഷ്കറിന് ക്ഷമിക്കണം, അഖിലയുടെ അമ്മയോടുള്ള വൈരാഗ്യമാണെന്നാണ് അഖിലയുടെ ബന്ധുവിന്റെ ആരോപണം. അഖിലയുടെ പേരിലുള്ള സ്ഥലം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വ്യക്തിവൈരാഗ്യത്തിന് കാരണമായി. ഇതാണ് അഷ്കർ കുഞ്ഞിനോട് തീർത്തതയെന്നും അഖിലയുടെ ബന്ധു പറയുകയാണ്. അഖിലയുടെ ബന്ധു രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവിടെ വില്ലത്തി നമ്മുടെ റീന ചേച്ചിയാണ്, അതായത് അഖിലയുടെ അമ്മയാണ് ഇവിടെ വില്ലത്തിയായിട്ട് സംസാരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് അമ്മ വന്നിട്ട് മോൾക്കെതിരെ സംസാരിക്കുന്നു, കുഞ്ഞിനെ വിട്ടു തരണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടതായിരുന്നല്ലോ. പഠിച്ച കള്ളിയാണ് ആ പെണ്ണുമ്പുള്ള. എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു അവരുടെ കള്ളിയായിരുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന അക്സറിന്റെ അമ്മയും പെങ്ങളും വന്നിട്ടുണ്ട്. അവർ കുറച്ച് മുടന്ന ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടി മരിച്ച സമയത്ത് വീടൊക്കെ വൃത്തിയാക്കിയതും കൊണ്ട് കത്തിച്ചതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എന്താ മെഴുകല്. ഇപ്പൊ മോനെ നൈസായിട്ട് ഭ്രാന്തനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ടില്ലാതില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവനെ കുറിച്ച് നേരത്തേക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കണം, നല്ലൊരു മോനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മ പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് പറ്റി, അവൻ ബോധത്തോടാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരൊക്കെയോ ഇവരുടെ പിന്നിലുണ്ട്, ആരൊക്കെയോ എന്തൊക്കെ എരിവുകൾ കയറ്റി കൊടുക്കുന്നുമുണ്ട്. എന്തായാലും നാണം കെട്ട കുടുംബം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ചേച്ചി പറയുന്നൊക്കെ കഥകൾ അതിനേക്കാളും കോമഡിയാണ്. വെളുപ്പിന് 5 മണിയാകുമ്പോൾ പോകും, ഞാൻ പിന്നെ വരുമ്പോൾ 8 മണിയാകുമ്പോഴാണ് വരുന്നത്. കുഞ്ഞിനെ അങ്ങനെ കാണാറൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ എന്തായാലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് നമ്മൾ വീഡിയോ ഒന്ന് കാണുക. പരമാവധി ഒരു വിഷയം ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പം നമുക്ക് ഒന്നെങ്കിൽ ആഡ് സൂറ്റബിലിറ്റി കിട്ടും. ഇപ്പോൾ ഒരു എല്ലോ എന്നൊരു സംഭവമാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തോട്ട് ഈ വീഡിയോസ് അങ്ങനെ പോകത്തില്ല. അതാണ് നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ആൾക്കാരുടെ അടുത്തോട്ട് എത്താത്തതിന്റെ റീസൺ അതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ വീഡിയോസ് കേൾക്കാം. നമ്മുടെ അഖിലയുടെ ഒരു ബന്ധു വന്നിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇരു കൈകളും അഷ്കർ അടിച്ചൊടിച്ചതാണെന്നുള്ള കാര്യം റീനയ്ക്കും അഖിലയ്ക്കും അറിയാമെന്നും വെളിപ്പെടുത്തലുണ്ട്. കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വാക്കുകളുടെ 2 കൈ ഒടിഞ്ഞതും അവൻ അടിച്ചൊടിച്ചതാണെന്നുള്ള കാര്യങ്ങൾ റീനയ്ക്കും റീനയുടെ അമ്മയ്ക്കും അറിയാമായിരുന്നു. ഞങ്ങളുടെ അമ്മയും നമ്മുടെ മാമന്മാരെല്ലാരും പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ അവരുടെ അച്ഛൻ്റെ ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നീ വളർത്തുക. അവളെ ഇഷ്ടത്തിന് അവന്റെ കൂടെ ഇറങ്ങി പോയിച്ചത് പോട്ടെ, നീ എങ്കിലും എടുത്താ കുഞ്ഞിനെ വളർത്തുക. അപ്പൊ അവള് റീന പറഞ്ഞു 25,000 രൂപ എനിക്ക് മാസം തരുമെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കി ഇവിടെ ഇരിക്കാന്നാണ് റീന പറഞ്ഞ മറുപടി. ഈ റീനയുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു മീഡിയ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ വേണ്ടി ഞാൻ അവിടെ പോയി ഇവിടെ പോയി മറ്റേത് പോയി മറിച്ചത് പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി 25,000 രൂപ തരാമെങ്കിൽ ഞാൻ നോക്കാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടൊക്കെ ഏത് തരം ആണെന്നുള്ള രീതിയിലൊക്കെ. കുഞ്ഞുങ്ങളുടെ വില പോലും അറിയാത്ത ഞാൻ ആലോചിക്കുന്നത് ഇവന്മാരൊക്കെ മേളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൊട്ടിമുളച്ച് താഴോട്ട് വന്നതാണോ എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത്. കാരണം ഇവരും പിച്ച വെച്ച് ഒക്കെ അല്ലേ വന്നത്. ഞാൻ ആലോചിക്കുക, എനിക്കൊക്കെ ഒരു കുഞ്ഞിനെ എടുക്കാൻ പേടിയാണ്. അയ്യോ, എൻ്റെ ഈ ഒരു ശരീരം വെച്ച് എടുത്തിട്ട് എല്ലാം പറ്റുമോ എന്നുള്ളൊരു പേടി പോലും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒന്ന് ആലോചിച്ച് ഇവരൊക്കെ മനസ്സെന്താന്ന്. ഇപ്പോഴും ആ കുഞ്ഞിന്റെ ആ ഒരു മുഖം മനസ്സിൽ നിന്ന് നമുക്ക് പോകുന്നില്ല. അസ്കർ താമസിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവൻ ശരിയല്ല, അവനൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് പാലോടുള്ള ഒരു കൊച്ചിനെ കല്യാണം കഴിച്ച് അതിന് കോമാ സ്റ്റേജ് ഇട്ടേക്കുന്ന അവൻ ശരിയല്ല, പല ബന്ധങ്ങളും ഉണ്ട്. അത് മാത്രമല്ല വേറൊരു സ്ത്രീയായിട്ട് പിന്നെ ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അതും ഡാൻസ് ട്രൂപ്പിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണുമായിട്ട് ഇവൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവള് പിന്നെ ജീവൻ വെടിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ അന്വേഷിക്കേണ്ട കേസ് കെട്ടുകളാണ്. ണെന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് ശരിക്കും ഇവ മർദ്ദിച്ച് വയ്യാതാക്കിയതാണെന്ന് വേറെ നിങ്ങൾ നേരത്തെ അറിയിച്ചു. അസ്കറിന്റെ ആദ്യ ഭാര്യയുടെ ഉമ്മായ വിളിച്ച് ഇവനെ മൊഴി ചൊല്ലി അത് മർദ്ദിച്ചെന്നും പറയുന്നത് ഒരു ആൾക്കാർ പറയുന്നത് അവൾക്ക് ക്യാൻസർ ഉണ്ടെന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കേൾക്കാം. പറഞ്ഞ് വിളിച്ചപ്പോൾ അവര് പറഞ്ഞു എന്റെ മോളെ ഇങ്ങനെയൊക്കെ ആക്കിയതാണ്, നിങ്ങൾ നിങ്ങളെ മോളെ കെട്ടിച്ചു കൊടുക്കരുത്. റീനയുടെ അമ്മയും കൂടെ അഖിലിനെ അടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. കസേരയൊക്കെ എടുത്തിട്ട് അടിച്ച്. അതിനുശേഷം പിന്നെ അവർ ഈ കുഞ്ഞിനോടുള്ള വൈരാഗ്യം. ഒന്നുമില്ലാത്ത പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണിനും ഒന്നും തരുന്നില്ല, പിന്നെ വല്ലവന്റെ ഒരു കൊച്ചിനെയും അവൻ നോക്കണം എന്നൊരു ക്രിമിനൽ മൈൻഡ് വന്ന് കാണും ആയിരിക്കും. ഇപ്പം മന്ത്രിമാരുടെ മുമ്പേയും പബ്ലിക്കിന്റെയും മീഡിയയുടെ മുമ്പേയും അയ്യോ ഞാൻ വളർത്താൻ ചോദിച്ചിട്ട് എനിക്ക് ആ കുഞ്ഞിനെ തന്നില്ലേ, എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കള്ള നാടകം ഈ അമ്മയും മോളും എന്തിനാ അഭിനയിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒറ്റ ഒരു ഇന്നലത്തെ ആ ഒരു ന്യൂസ് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ലൈവിൽ വരാൻ കാരണം. അപ്പോൾ അതാണ് പ്രതികരണം. അശ്വിൻ ഡിയോഗോ നമുക്കൊപ്പം ചെയ്യുകയാണ്. അശ്വിൻ, ഒരു പിഞ്ചു ശരീരത്തിൽ അകത്തും പുറത്തുമായി 91 മുറിവുകൾ ഏൽപ്പിക്കുകയും ആ കുഞ്ഞ് വേദന തിന്ന് മരിക്കുന്നത് കണ്ട് രസിക്കുകയും ചെയ്തൊരു വ്യക്തി. ഓക്കെ, ഇനി നമുക്ക് വെക്കണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ വെക്കാം. സോറി, അഖിലിന്റെ അമ്മയുടെയും സഹോദരിയും സംസാരിക്കുന്നതിന്റെ ഇനി അവൾമാരുടെ ഒക്കെ വെളുപ്പിക്കലൊന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഇതാന്ന് തോന്നുന്നു മറ്റേ ഈ പുണ്യത്തെ അറിയാമല്ലോ, അഖിലയുടെ അമ്മ കള്ളി. ഇങ്ങനെ കുറെ എണ്ണമുണ്ട്. ഈ സംഭവം നടന്ന ശേഷം വീട് വൃത്തിയാക്കി അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്? വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ രാവിലെ കടയിൽ പോയതിനു ശേഷം നിസർ എന്ന് പറയുന്ന വ്യക്തി വന്നാണ്ട് നിന്ന കടയിലെന്ന് പറഞ്ഞിട്ട് എടാ നീ വരുന്നില്ലേ. രാവിലെ നാട്ടുകാർ എന്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചി പറയുന്നത്? ചേച്ചി കടയിൽ പോകുന്നതോ? പുള്ളി ചോദിച്ചത് എന്താണ്? വീട് വൃത്തിയാക്കുന്നതിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ പുള്ളിക്കാർ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്.
ആഹാ. കൊച്ചിന് ഇത്ര ശ്വാസം കിട്ടുന്നില്ല, മറിയ ഹോസ്പിറ്റലാണ് നീ വരുന്നുണ്ട്, ഇപ്പൊ ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മണിയോട് കൂടി, കൃത്യമായിട്ട് സമയം അത് CCTV കടയിൽ നോക്കി അറിയാം, കൃത്യമായിട്ട് അറിയില്ല, 5 മണിയോട് കൂടിയായിട്ടാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഞാൻ ഓടി അകത്തുനിന്ന് ശ്രമം നോക്കിയപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയിൽ എനിക്ക് ഇപ്പോഴും കണ്ണിൽ സഹിക്കാൻ പറ്റാത്ത കുട്ടിയെ തുണിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് അവരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിതുക്കെ അടക്കിയോ കുത്തി അടക്കുകയോ ചെയ്യുന്ന കുട്ടികൾ ബോധമില്ലാതെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷോക്കിൽ തന്നെ അവരെന്ത് പറയുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പരിസര അവസ്ഥയിൽ അങ്ങനെ ഇരുന്നത്. അത് കഴിഞ്ഞ് കുറെ അരമണിക്കൂറോളം മറിയ ഹോസ്പിറ്റലിൽ ഈ കുട്ടി അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ എടുത്തോ എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് തന്നെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. അന്നേരം സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളെല്ലാം മലപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, വരുമ്പോഴൊക്കെ ആംബുലൻസിൽ പോകാറുണ്ട്. അങ്ങനെ അയാളെ വണ്ടി എടുത്തപ്പം എന്നെ കൂടെ വിളിച്ച് കയറ്റി എന്റെ കയ്യിൽ കുട്ടിയെ തന്നു. ഞാൻ കൊണ്ടുപോയി എന്നത് തെറ്റല്ലാതെ ഞാൻ ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. ഭക്ഷണം കഴിക്കൊണ്ടിരുന്നപ്പം ചേച്ചി വല്ലതും ചെയ്തെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? കൊലയാളിയെ നമുക്ക് കിട്ടിയല്ലോ. ചേച്ചിയോട് ചോദിച്ചത് ആ വീട് വൃത്തിയാക്കിയതും ക്ലീൻ ചെയ്ത് ആരാന്നാ ചോദിച്ചത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കണ്ടോ കാര്യത്തിലോട്ട് കിടക്കുമ്പോൾ അവനെ വെളുപ്പിക്കാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തൊണ്ടനെ പറഞ്ഞത് തൊണ്ടയിൽ ഭക്ഷണം പോയിട്ട് അത് അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഛർദ്ദിച്ചു, മൂക്കിലും വായി കൂടെയൊക്കെ ഭക്ഷണങ്ങൾ വന്നു. ഞാൻ മൂക്കിൽ ഒളിച്ച് കളഞ്ഞു, വായിൽ കൈ കൊണ്ട് തോണ്ടി കളഞ്ഞു. എന്നിട്ട് അനക്കെ എല്ലാവരും ആയപ്പം അളിയനെ വിളിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് എൻ്റെ അടുത്തും പറഞ്ഞത്. അവരിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അവർ പറഞ്ഞറിയിച്ചിട്ട് പോയിട്ട് നിങ്ങൾ പൊക്കോളൂ, അതുകൊണ്ട് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടായിരുന്നു. കുറച്ചേരം അവിടെ നിന്ന് ആരൊക്കെ വിളിച്ചു, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അതിനുള്ള മാനസികാവസ്ഥയല്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നടന്നു പോകണം, ആട്ടോ വിളിക്കണം എന്നിട്ട് നമ്മൾ നടന്നു പോകാം. ഞാൻ അങ്ങനെ കൈ കാണിച്ചു, നടന്നു പോകുന്ന പതിനെ ഇങ്ങനെ കൈ കാണിച്ചു. ഞാനിങ്ങനെ പോയി അവൻ്റെ കൂടെ വന്നു. അവിടെ റോഡിലൊക്കെ ഇവനെല്ലാം ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ അങ്ങ് പോയി. അത്ര തന്നെ ബോധമൊന്നും ഉണ്ടായില്ല, കൂടെ അങ്ങ് പോയി. കുട്ടിയെ കണ്ട് കുറച്ച് നാളല്ലെങ്കിലും നല്ല പരിചയം, എൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നാളാണെങ്കിലും പരിചയം, എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു. വെളുപ്പിന് 5 മണിക്ക് പോകുന്ന ചേച്ചി 8 മണിക്കാണല്ലോ കയറി വരുന്നത്. അപ്പൊ ഈ കുഞ്ഞിനെ നോക്കാനൊക്കെ ചേച്ചിക്ക് നേരം ഉണ്ടായിരുന്നു. കഷ്ടം. ഞാൻ ബാക്കി കൂടെ വെക്കാം. കൂടുതലായിട്ട് അങ്ങനെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ, എന്നോട് ഭയങ്കര അടുപ്പാണെന്നും പറയുന്നത്, കൂടുതൽ കണ്ടിട്ടില്ലാന്ന്. ഇവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്മുണ്ടല്ലോ, ചെറിയൊരു നുള്ളി, ചെറിയൊരു ആ പാടാ കുഞ്ഞ് ഇച്ചിരി ഉള്ളൂ. 1/2 ഇഞ്ചിന്റെ അത്രയും പോലും ഇല്ല അവനാ. അവൻ ഇച്ചിരി ഉള്ളു അവനാ. ആ ഒരു ശരീരത്ത് ഒരു ഞുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വടിയെടുത്ത് അടിക്കാന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടം. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ചേച്ചി വഴക്ക് പറഞ്ഞു. അയ്യോ, ചേച്ചി വഴക്ക് പറഞ്ഞു. അപ്പൊ ചേച്ചിക്ക് 5 മണിക്കും 8 മണിയൊക്കെ 5 മണിക്കാ പോകുന്ന ചേച്ചി 8 മണിക്കല്ലേ വരുന്നേ? മൺഡേ ടു സൺഡേ വരെ ചേച്ചി 5 മണി തൊട്ട് 8 മണി വരെ ചേച്ചി ഇവിടെ ബേക്കറിലാ. ഇതൊക്കെ ചേച്ചി അപ്പൊ എങ്ങനെ കാണുന്നു? അടിക്കുമെന്ന് അറിയാം എങ്കിലും കൊച്ചു കമ്പൊക്കെ വെച്ച് അടിക്കുമ്പോ ഞാൻ എന്റെ മോനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മാത്രമല്ല അടിക്കുന്നത്, അഖിലയും അടിക്കാറുണ്ട്. അഖിലെ അടിക്കാറുണ്ട്, എന്റെ മോൻ മാത്രമല്ല അടിക്കാറുണ്ട്. അത് നമ്മൾ നോക്കിയാൽ വിളിക്ക് താഴോട്ടാണ് അടിക്കുന്നത്. അടിക്കുകയും പിക്കുകയും നുള്ളയും ഇതൊക്കെ ചെയ്യും. നമ്മൾ കണ്ടോണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കമ്പ് ഒടിച്ച് അടിക്കുന്നതാണ് കണ്ടിട്ടുണ്ട്. ചെറിയ കമ്പ് ഒടിച്ചെടുത്താണ് അടിക്കുന്നത്. ഓക്കെ, 1ഉം 2ഉം അല്ല, 91 മുറിവാണ്. 91 മുറിവ്. ആ ഒരു ചെറിയ കമ്പ് വെച്ചിട്ട് ഞാണ്ട ചെറിയ കമ്പ് വെച്ച് അടിക്കുന്ന അടിയല്ലേ. നമ്മളൊരു അടി കൊടുത്താൽ തീരാന്നേ ഉള്ളൂ. അതെനിക്ക് അറിയില്ല മോനെ. ഞാൻ മോനെ ഞാൻ ആ വീട്ടിലല്ല. നല്ല ചോദ്യം ചോദിച്ചത്. അതെനിക്ക് അറിയില്ല മോനെ. ഞാൻ മോനെ ഞാൻ ആ വീട്ടിലല്ല. ഇവിടെ ആരടുത്ത് തിരക്കാലും അറിയാം. ഞാൻ പെരുന്നാളിന്റെ തലേ ദിവസം ഇവിടെ നിന്ന് പോകാൻ കണ്ടവരുണ്ട്. കണ്ടവരുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ശരി. പങ്ങാടുന്ന് ഈ ബസ് ആറ്റുംപുറം ബസ്സിൽ കയറി ഞാൻ ആറ്റുംപുറത്ത് വന്ന് ചുള്ളിമാനൂർ എത്തുമ്പോൾ എന്റെ മോളെ എന്നെ പിന്നും വിളിച്ചിട്ടുമ്മ നിങ്ങൾ എവിടെ എത്തിയെന്നായിട്ട്. ഞാൻ പറയും മക്കളെ ചുള്ളിമാനൂർ എത്താറായി എന്ന് പറഞ്ഞു. എന്ത് എന്ന് കേട്ടപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നിങ്ങൾ എന്തായാലും ഇങ്ങനെ വരയില് ചെയ്യണം, വന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. നേരെ ഞാൻ വന്ന് കരിക്കുഴി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന കടയിൽ ഞാൻ കേൾക്കും അശ്രിബ എവിടെ എന്ന് ചോദിച്ചു പോകുന്നവർക്ക്. അപ്പൊ പറയും മോളെ ഇപ്പം വന്ന് അശ്രിബ് പോയല്ലേ, അശ്രിബായി വിളിച്ചോണ്ട് പോയി, ആംബുലൻസിൽ വന്ന് കൊച്ചിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോഴൊരു ആൻസർ ഇവിടെ കൊണ്ടാക്കിയെന്ന് പറയാം. ആ പയ്യൻ അവിടെ നിൽക്കരുത്, അവനും വേറൊരു പയ്യനും കൂടെ നിന്നിട്ട് പറഞ്ഞു. അവൻ ഓടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ അവര് മാത്രമല്ല 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാമി കൊച്ചിന് ഭയങ്കര സീരിയസ് ആണ്, അവർ ഇവിടെ മറിയത്തിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോയേക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ പോനെ, എനിക്ക് ഈ രാത്രി അങ്ങോട്ട് പോകാനൊന്നും അറിഞ്ഞൂടല്ലേ, ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ ഞാൻ പോകും എന്ന് കേട്ട്. അപ്പൊ ആ ബസ് ഒരു 5:45 ആകുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ വരുന്നത്. ആ ബസ് ഞാൻ അവിടെ സ്ഥിര യാത്രക്കാരല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല.
ആ ബസ്സിലാണ് വന്നിറങ്ങി. അപ്പോൾ എങ്ങനെ ഞാൻ പോകും എന്ന് ചോദിച്ചു. അപ്പൊ ആൻസർ എൻ്റെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ പറയണേ, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും മക്കളെ, ഇനിയിപ്പോ എന്തൊരു ചെയ്യും, ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയാലും ഞാൻ എങ്ങനെ അവരെ വിളിക്കും, അവർ ഇവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാക്കും, മോനെ അറിയാം, മനസ്സിലായി, നിനക്ക് അറിയാമോ മോനെ എന്നിട്ട്. അപ്പോൾ ഇവ എൻ്റെ പറയും, മാമി ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്യും, ചാർജിൽ ചെയ്ത് ഈ കുട്ടികളെ രണ്ടിനും നിങ്ങളൊന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്ത് കുളിച്ച് വീട് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കി, ഞാൻ ഓ, ആരുടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്? ആ കുഞ്ഞിന് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്ക്, കുഞ്ഞിനൊന്നും പറ്റിയില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെക്കുന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞെന്ന് പറയും, വന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന വേറെ ഒന്നും കാണുന്നില്ല. അഖിലേരെ ഒരു ഷർട്ട് കയറി പോണ പടിയുടെ അവിടെ, ഇങ്ങനെ കയറി വരുന്ന പടിയുടെ അവിടെ നനഞ്ഞ ഇതിൽ കിടക്കുന്നുണ്ട്, ചുരുട്ടി ഇട്ടേക്കണം. അതിൽ അവിടെ ഇവിടെ ആയിട്ട് 2-3 ചോറ് കിടക്കുന്നുണ്ട്. അപ്പോഴും എന്റെ ഇളയ ചെറുകുട്ടി അതിലേക്കൂടെ ഓടിക്കൊണ്ട് നടന്നപ്പം, അങ്ങനെ ഓടിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇവിടെ വഴക്ക് പറഞ്ഞു. പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വീട്ടിന്റെ ഓണർ വന്നായിരുന്നു. വീട്ടിന്റെ ഓണർ വന്നിട്ട് ഇങ്ങനെ എല്ലായിടം നോക്കിയിട്ട് ആദ്യം അവർ വഴക്ക് പറഞ്ഞത് ഈ ഫ്ലഗില് 2 കൊതുതിരിര കമ്പെടുത്ത് കൊടുത്ത് വെച്ചിട്ടായിരുന്നു ഇവര് TV കാണുന്നത്. ടിവിയിൽ വയർ ഇല്ലാത്തതുകൊണ്ട്, അതിൽ ഫ്ലഗ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചാണ് ഇവർ കണ്ടോടിക്കുക. അപ്പൊ ആ ഓണർ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും, ഇതെന്തിനാണ് നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നേലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണത്, അത് ഫ്ലഗിൽ ഇത് കറണ്ടൊക്കെ കയ്യിൽ കുത്തി അതൊക്കെ നശിച്ചു പോയി, എന്ത് ചെയ്യും, നിങ്ങൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ളതല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് കേട്ട്. എനിക്കത് അറിഞ്ഞൂടല്ലേ മക്കളെ. അടിപൊളി അടിപൊളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 പേരാണ് വന്നിട്ട് പറഞ്ഞത് വീട് വൃത്തിയാക്കാൻ വേണ്ടി. കുഞ്ഞ് മരിച്ചതിന് ശേഷം ഒന്ന് വീടിന്റെ ഉടമസ്ഥൻ, പിന്നെ അതുപോലെ തന്നെ അവരുടെ കസിനും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അന്തസ്. ചേച്ചി ശരിക്കും മെഴുകുന്നുണ്ടല്ലോ ചേച്ചി. ഇനി ആ സത്യം പറഞ്ഞാൽ എടാ ന്യൂസുകാരെ, നിങ്ങൾ ആദ്യം പോയി അന്വേഷിക്കേണ്ടതല്ല, അവന്റെ വീട്ടിൽ പോയാണ് അന്വേഷിക്കേണ്ടത്. ഈ വാടകക്കാരന്റെ കഷ്ടം ആ സമയത്ത് തന്നെ. ഇവരുടെയൊക്കെ സംസാരം കേട്ടാൽ നല്ല രീതിയിൽ അറിയാൻ പറ്റും അവസരവാദികളാണ്. അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഇവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവരുടെ സംസാരത്തിലും ഉണ്ട് കാര്യം. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന റീന അഖിലയും തമ്മിലായിട്ടൊരു വഴക്കുണ്ടായിരുന്നു ഈ സ്വത്തിന്റെ കാര്യത്തിലാണ്. 10 സെന്റോളം കാര്യങ്ങളുണ്ട്, അത് ഇവരുടെ പേര് എഴുതി കൊടുക്കണം, റീന ഈ പറയുന്ന അഖിലയുടെയും ഈ അഷറിന്റെ പേരിൽ എഴുതി കൊടുക്കണം എന്നുള്ള രീതി സംസാരമായി വഴക്കുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ അതിൻ്റെയും കൂടെ കലിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മത്തളയോടുള്ള കലിപ്പ് കൂടുതലും കൊച്ചിനോട് തീർത്തുകൊണ്ടിരുന്നത്. കാരണം നാളെ അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഊഹിക്കാന്ന് തന്നെ ഉള്ളു, ചിലപ്പോൾ അവനും പങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി കാണിച്ച തോന്നിവാസമായിരിക്കും ഈ നാറി. കാരണം ഇവർക്ക് നാളെ ഒരു കുച്ചുണ്ടാക്കി കഴിഞ്ഞാലേ. ഞാൻ ആലോചിച്ച് ഇവനെ എന്തുണ്ടേ ഇവർക്കൊക്കെ ഇത്രയ്ക്ക് ഇത് കാണിക്കാൻ വേണ്ടി. പുച്ഛം മാത്രമേ ഉള്ളൂ കേട്ടോ, പുച്ഛം മാത്രം. എന്നാലും കൊള്ളാം, മെഴുക് ബാക്കിയും കൂടി ഇരുന്നതല്ലേ. അറിയില്ല, ഈ കുട്ടി മരിച്ചതായിട്ട് ഞാൻ അറിയുന്നില്ലല്ലേ. കുട്ടിക്ക് വയ്യ, ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ എത്തി എന്നുള്ളതേ എനിക്ക്. ചോറാണ് കേട്ടോ, ചോറും പച്ചവെള്ളവും, വെറും വെള്ളം പോലെ വെള്ളവും ചോറും. അത് തോനെയൊന്നുമില്ല, എരി പോലെയൊന്നും ഇല്ല, വെറും അവിടെ ഇവിടെ ആയിട്ട് 1-2 ചോറ്. പിന്നെ അടുക്കളയിൽ ഞാൻ ഇത് വാരി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടുവന്ന്, അതിപ്പോഴും ആ ബക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ആ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അതിങ്ങനെ തുടച്ചെടുത്ത് കൊണ്ടുവന്ന് വെളിയിൽ ഒരു വിറവിന്റെ പുറത്ത് ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്. ഈ കൊച്ചിന്റെ മരിച്ചുപോയ കൊച്ചിന്റെ തുണികൾ അവന്റെ അമ്മ വാരി വിറവിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പരിപാടിക്ക് പോയത്. കഴിവം ഇറങ്ങിയിട്ട് കഴിവാതെ പോയത്. ആ തുണിയുടെ കൂടെ ഈ അഖിലേറെ ഷർട്ട് കൂടെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചേ. അതേപോലെ സാറന്മാർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് എവിടെയാണ് നിങ്ങൾ വെച്ചതെന്ന് കേട്ട് ഞാൻ പോലീസ് വന്നപ്പോൾ അത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ തന്നെയാണ് സഞ്ചി എടുത്തു കൊടുത്ത് അത് പിടിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ചോദിച്ച് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ട്. ഞാൻ പറഞ്ഞു അടുപ്പിന്റെ പുറത്ത് ഇത്തിരി ചോറ് വാരി കൊച്ചിന് ഇട്ടിട്ട് ചോറ് ഇറച്ചിയും കൂടെ കൊടുത്തതിന്റെ ബാക്കി കൊച്ചിന് കൊടുത്തില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നടുക്കിന്നിങ്ങനെ ഇറച്ചി കറി കൂട്ടി ഒരു 2-3 പ്രാവശ്യം ചോറ് വാരിയിട്ട് ആ ചോറ് അടുപ്പിന്റെ പുറത്തുണ്ടായിരുന്നു, പ്ലേറ്റ് ചോറ്. അപ്പൊ ഞാൻ അതിനെ മാത്രം അതൊരു തെറ്റാണ് ഞാൻ ചെയ്ത. അതും എടുത്ത് ഞാൻ അത് മിറ്റത്തോട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടിട്ട് ഇത് ഇത്രയാണ് ഞാൻ ചെയ്ത. നല്ലതാ, ഇത്രേ ചേച്ചി ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ എന്തോ കത്തിച്ചിടുകയൊക്കെ ചെയ്തൊക്കെ എന്തോ ചേച്ചി. എന്തായാലും കൊള്ളാം. എന്നാലും ഇവര് നല്ല രീതിയിൽ കള്ളം പറയുന്നുണ്ട്. ചെയ്തു എന്നുള്ളതല്ല, അഷ്കറിന്റെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അഷ്കറിനെ കുറിച്ച് അന്വേഷിക്കാറില്ല, ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ആദ്യ ഭാര്യ മർദ്ദിച്ചു എന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയാം. അങ്ങനെ ഞാൻ തീർത്ത് പറയുന്നില്ലല്ലോ. കുഞ്ഞിനെ അടിക്കിയെന്ന് ഞാൻ കണ്ടെന്ന് ഞാൻ പറയല്ലേ. അടിക്കുന്നതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാണോ അടിക്കുന്നത്? കാരണങ്ങൾ എന്തെന്ന് കേട്ടാൽ എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും അടിക്കുന്നത് ആഹാരം കഴിക്കുന്നില്ല. ഇവന് എന്തുകൊണ്ട് ആഹാരം കൊടുത്താൽ ഇവൻ കഴിക്കാത്ത എന്ന് കേട്ടാണ് അടിക്കണത്. അങ്ങനെയാണ് അടി തുടങ്ങുന്നത്. അതും അവളും അങ്ങനെ തന്നെ പറയും, ഇവന് ആഹാരം കഴിച്ചുകൂടാത്തത്. ഇവ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ കിടന്ന് വിളിക്കണം എന്തിന്. ആഹാരം കഴിക്കാത്തതിന് എന്റെ പുണ്യത്തള്ളെ 1.5 വയസ്സേ ഉള്ള കുഞ്ഞിന് 1.5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഏത് രീതിയിലായിരിക്കും കഴിക്കുന്നത്? ചിലവർ കഴിക്കും, ചിലവർ കഴിക്കത്തില്ല. അതിന് അവർക്കൊരു കൂസലും ഇല്ലാതാണല്ലോ ഈ നാറികളിൽ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാ കുഞ്ഞു വേണമെങ്കിൽ കഴിക്കും, കഴിക്കത്തില്ല, ഒരു നാണോ മാനവും ഇല്ലാത്ത രീതിയില്.
അവിടെ ഒരുത്തന്റെ ജീവന് ഒരു വിലയില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നതായിരിക്കും ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ലത്. ഉള്ള സമയം കൊണ്ട് വീട്ടുകാരുടെയും കാര്യങ്ങളൊക്കെ നോക്കി സന്തോഷമായിട്ട് പോവുക. ഞാൻ പറയട്ടെ, നമ്മൾ ജീവിച്ചിരുന്നാലും മരിച്ചാലും ആർക്കും ഒരു ഇത് ചുക്കും കാണത്തില്ല. വീട്ടുകാർ ചിലപ്പോൾ ഓർക്കും, അതും കുറച്ച് നാളത്തേക്ക് മാത്രം. അത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഒരു മൈറ്റിനൊക്കെ എന്താ പറയാനെന്ന് പറഞ്ഞു. അടിക്കുന്നതിന് 91 മുറിപ്പാടൊക്കെ വരും. അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഉള്ളപ്പോൾ ഇത്രയും മുറിപ്പാടൊന്നും ഞാൻ കണ്ടിട്ടും ഇല്ല. കുഞ്ഞിന്റെ കൈ ഒടിച്ചിട്ട് 3 മാസം കണ്ടായി. അതിനുശേഷമാണ് കൂടുതലും അടിയും കാര്യങ്ങളും ഒക്കെ അവന് കിട്ടാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിയുകയും ഇല്ല. ഓ, ഇടയ്ക്കൊക്കെ ഞുള്ളാറും വിച്ചാറും ഉണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതോ ആ കൂട്ടത്തിൽ പെടുവായിരിക്കും ചിലപ്പോൾ ആ മുറിവും കൂടെ ഇവരെ ദോഷി. ഇത്തരത്തിൽ ഈ അഷ്കർ ഈ കൊച്ചിനെ അടിക്കാറുണ്ടെന്നും ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല? ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ, നിങ്ങളുടെ മോനാണതല്ലേ, അതും കൂടെ ആലോചിച്ച് നോക്കുക. ആമിന എന്ന ആ പെണ്ണിന്റെ പേര്, അതിന് ക്യാൻസർ ആണെന്ന് പറയുന്നതുകൊണ്ട് ഇവനും ഒരു കാര്യം പറയാം, ഭിത്തിയിലൊക്കെ ഇട്ടിട്ട് അടിക്കുകയും വിഷം ഒഴിച്ചു കൊടുക്കുകയും ഫാനെ കെട്ടി തൂക്കാൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിനെ അടിക്കുമ്പോൾ തൊഴിക്കുമ്പോഴൊക്കെ നിങ്ങൾ സത്യം പറഞ്ഞ് നോക്കുമല്ലേ വേണ്ടത്? എന്തായാലും ആദ്യ ഭാര്യയുടെ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ അവൻ എത്രമാത്രം ദ്രോഹിച്ചെന്ന്. പിന്നെ ഈ കുഞ്ഞിനെ ഇതുപോലെ അടിക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഇവനെ അത്രയ്ക്കൊരു പേടിക്കുന്നുണ്ട് ഈ പറയുന്ന നാറിയെ. ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഈ കുട്ടിയെ വർദ്ധിക്കുന്നതും ഭാര്യയെ വർദ്ധിച്ചതും ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് വരെ നിങ്ങൾ അതിനെ എങ്ങനെ കാണും? അത് അവൻ ചെയ്തത് തെറ്റ് തന്നെ തന്നെ ഞാൻ പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് തെറ്റ്. വേറെ ഓപ്ഷൻ ഇല്ല അമ്മച്ചി. എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യത്തില്ല, അവൻ പാവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആൾക്കാർ വീട്ടിൽ കയറി പഞ്ഞിക്കിടും തന്നെ. അത് തെറ്റല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ മൂത്ത ഭാര്യ എന്ന് പറയുന്ന ആ കൊച്ചിന് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചാന്നുള്ളത് എനിക്കറിയില്ല. ആദ്യ ഭാര്യ, അതായത് അഷ്കറിന്റെ ആദ്യ ഭാര്യ ഇതേപോലെ ക്രൂരമായി വർദ്ധിച്ച് കോമയിലേക്ക് ആക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് നിങ്ങൾക്ക് അതിൽ പങ്കുണ്ടെന്നൊക്കെയാണ്. അതിനോട് എന്താ പറയാനുള്ളത്? ഈ അഷ്കർ ഇത്തരത്തിൽ എല്ലാവരും വർദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പോലീസും പറയുന്നത്. അത് എനിക്ക് പറയാൻ എന്റെ കൂടെ നിന്നപ്പോ എനിക്കറിയില്ല. ഈ നാട്ടിലായിരുന്നു അവൻ. ഈ നാട്ടിൽ കല്യാണം കഴിയുന്നവരെ ഇവനെ കുറിച്ച് ഇവിടെ തിരക്കാ ഇപ്പൊ എങ്ങനത്തെ അവസ്ഥയാണ് പറയുന്നതെന്ന് അറിയില്ല. അവൻ കല്യാണത്തിന് മുമ്പേ ഇവിടെ നല്ലതുപോലെ ആയിരുന്നു പോയിരുന്നതും വിളമ്പിനും എല്ലാത്തിനും പോയി പത്രം ഇടാനും എല്ലാത്തിനും. അല്ലെങ്കിലും ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് ആണുങ്ങൾ പാവവും കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണുങ്ങൾ മോശമാണെന്നുള്ള രീതിയിൽ ചില ആൾക്കാർ ഇതുപോലെ പറഞ്ഞിറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വേറൊന്നും കൊണ്ടൊന്നും അല്ല, അതെന്താന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. കാരണം ഇതുപോലുള്ള കൊലകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങളാണ് കാരണം, പെണ്ണുങ്ങളുടെ രീതികളാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന കുറെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലമ്മമാര്, പ്രത്യേകിച്ച് ഈ ചെറുക്കന്മാരുടെ അമ്മമാരുടെയൊക്കെ സ്ഥിരം ഡയലോഗാണ്. അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ പറയാതെ കൂടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കുട്ടിയായിട്ടായിരുന്നു നിന്നത്. ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കേട്ടോ? സ്വയബോധത്തോടെയാണോ അത് ചെയ്യുന്നത്? അത് അവന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവിടാണ് പോയിന്റ്. ഇനി ഇവനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റും. ഇവരെ മാനസിക രോഗിയാക്കി മാറ്റിയിട്ട് ഇവന്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഇവനെ പുറത്തു കൊണ്ടുവരും. ഇതൊക്കെയാണ് ശ്രമവും കാര്യങ്ങളൊക്കെ. ഇവനെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആ സംഘടനയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഞാൻ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഈ ആർക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടോണ്ടും നൈസായിട്ട് അവൻ ഊരാനും ചാൻസുകൾ കൂടുതലാണ്. അപ്പം മാനസിക രോഗിയാണെങ്കിൽ ആ രീതിയിലാക്കി കഴിഞ്ഞാൽ തീർന്നില്ലേ, കോടതിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഈ അമ്മച്ചി അടുത്ത മെഴുക് നിങ്ങൾ അഷ്കറിനോട് പറഞ്ഞിട്ടോ കുഞ്ഞിനെ അടിക്കരുത്, അതിന്റെ യഥാർത്ഥ അച്ഛനോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് എപ്പോഴും പറഞ്ഞു? പലതവണ ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞ് അവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു അവളെ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവള് തന്നെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അഖില പറയുമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എവിടെ എന്തിനു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാമി എന്നെ നോക്കിയോളോ, ഇവിടെ നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല, എനിക്ക് അവനെ എടുത്തുകൊണ്ട് നോക്കാൻ ഒന്നിനെ എന്നെ കൊണ്ട് ആവതില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനും കൂടെ അടിക്കണേ എന്തിനി അടിക്കണേയും കാര്യം നീ ഒരു കാര്യം ചെയ്യ്, നീ അവന്റെ അച്ഛന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോ ആദ്യം അവള് സമ്മതിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അനു എന്ന് പറയുന്ന പെണ്ണിന്റെ അടുത്ത് വരെ ഞാൻ മോളെ വീട്ടിൽ പോയപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു, അനു നീ ഒരു കാര്യം ചെയ്യണേ, ഈ കൊച്ചിനെ ഇവിടുന്ന് അവന്റെ അച്ഛന്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും നീ കൊടുക്കണം, കൊച്ചിനെ നീ ഇവിടെ നിർത്തരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഖിലേരിയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അമ്മച്ചിയുടെ വായിന്നാൻ ഇപ്പൊ പല കാര്യങ്ങളും വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. കുഞ്ഞിനെ ദ്രോഹിക്കുന്നില്ല, അടിക്കുന്നില്ല, ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടെന്ന് പറയുന്നത് ഓക്കെ, അടിച്ചോ ഒന്നും ഇല്ലെങ്കില പിന്നെ എന്തിനു ഈ പറഞ്ഞ കുഞ്ഞിനെ അവന്റെ അച്ഛൻ്റെ അടുത്ത് കൊടുക്കണം, അച്ഛന്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് പറയാനുള്ള കാര്യം എന്താണ്? എല്ലാം അറിയാം, അമ്മയ്ക്കും അറിയാം, മോക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പങ്കുണ്ട്, നല്ല രീതി പങ്കുണ്ട്. നിങ്ങളുടെ മോനുള്ള ശിക്ഷ കണ്ടോ, അത് കിട്ടിയിരിക്കും. പലതവണ കൊടുക്കണം, നീ ഇവിടെ നിർത്തരുത്, നിനക്കും ഇഷ്ടമില്ല, അവനും ഇഷ്ടമില്ല, പിന്നെ എന്തിനു നീ കൊച്ചിനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അഖിലയും ഉപദ്രവിക്കുന്നുണ്ട്.
ഇപ്പൊ കണ്ടില്ലേ, അഖിലയും മുദ്രയിക്കുന്നുണ്ട്, അവനും മുദ്രയിക്കുന്നുണ്ട്, ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് വായിന്നങ്ങ് വീണ് പോയി. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാം കണക്കാ, എല്ലാം ഫേക്ക് ഫാമിലിയാണ്, പെട്ടുപോയത് ആ കുഞ്ഞു മാത്രം. എന്തായാലും അവന് വേണ്ടി പ്രാർത്ഥിക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.